ഇലക്ട്രിക് വാഹനങ്ങൾ തുടക്കത്തിൽ കൗതുകമായിരുന്നു എങ്കിൽ ഇപ്പോഴത് സ്ഥിരം യാത്രാ ഉപാധിയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് KSRTCയും ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കിയത്. ടോമിൻ ജെ തച്ചങ്കരി KSRTC MD ആയി ചുമതലയേറ്റതോടെയാണ് ഇലക്ട്രിക് ബസ്സുകൾ എന്ന ആശയത്തിന് പ്രാമുഖ്യം ലഭിച്ചത്. എന്നാൽ അന്ന് അത് ലാഭത്തിലായില്ല. കാരണം ബസ്സുകൾ സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാടകയ്ക്കെടുത്താണ് KSRTC സർവീസിനെത്തിച്ചത്. അന്ന് നഷ്ടപ്പെട്ട ഇലക്ട്രിക് പരീക്ഷണം പിന്നീട് സിറ്റി സർവീസുകളായി പുനർജനിക്കുകയായിരുന്നു. KSRTC MD ആയി ടോമിൻ തച്ചങ്കരി ഉണ്ടായിരുന്ന സമയത്താണ് 2018 തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിലായി പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ എത്തിയത്. ഈ ടെൻഡർ വഴി മഹാരാഷ്ട്രയിൽ നിന്നും വാടക അടിസ്ഥാനത്തിൽ ബസ്സുകൾ എത്തിക്കുകയായിരുന്നു. ഒരു തവണ ചാർജ് ചെയ്താൽ ഏകദേശം 350 കിലോമീറ്റർ ഓടുമെന്നായിരുന്നു അന്ന് കണക്ക് കൂട്ടിയത്. ആ വർഷം ശബരിമല സീസണിൽ നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ഇലക്ട്രിക് ബസ് ഓടിക്കുകയും ചെയ്തു. ഒരു ഇലക്ട്രിക് ബസ് ഒരു ദിവസം പല ട്രിപ്പുകളിലായി സർവീസ് നടത്തിയത് ശരാശരി 360 കിലോമീറ്ററാണ്. ഒരു കിലോമീറ്ററിൽ ഏകദേശം 110 രൂപ വരെ വരുമാനം ലഭിച്ചതായാണ് അന്ന് പറഞ്ഞത്. ഇതിന്റെ പിൻബലത്തിൽ തീർത്ഥാടന കാലം കഴിഞ്ഞതോടെ തന്നെ കൂടുതൽ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സംസ്ഥാനത്തെ മറ്റ് റൂട്ടുകളിൽ ഓടിക്കാനുള്ള നീക്കവും അന്ന് തുടങ്ങി. തുടക്കത്തിൽ ലാഭകരമായിരുന്നു എന്ന് അവകാശപ്പെട്ടെങ്കിലും പിന്നാലെ കണക്കുകളിലെ പൊരുത്തക്കേടുകൾ പുറത്തു വന്നു തുടങ്ങി. പിന്നീട് പലപ്പോഴും ബസ്സുകൾ ചാർജ് തീർന്ന് വഴിയിൽ കിടന്ന വാർത്തകളും വന്നു. മാത്രമല്ല, ബസ് ഒന്നിന് ശരാശരി 80,000 രൂപയോളം ചാർജിങ്ങിന് തന്നെ വേണ്ടിവരുമെന്ന വിലയിരുത്തലും ഉണ്ടായി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്ന് കണക്കാക്കി. പിന്നാലെ വാടകയ്ക്ക് ഇലക്ട്രിക് ബസ് എടുത്ത് ഓടിക്കുന്ന പരിപാടി KSRTC വേണ്ടെന്ന് വെച്ചു. ഇതിനുശേഷം വിദേശ രാജ്യങ്ങളിലേതുപോലെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് മാതൃകയിലാണ് സിറ്റി സർക്കുലർ ബസ് സർവീസ് ആരംഭിച്ചത്. 2021 തുടക്കമിട്ട ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ ഏറെ വിമർശനങ്ങൾക്കിടയാക്കി. ഡീസൽ ലോ ഫ്ലോർ ബസ്സുകളായിരുന്നു സിറ്റി സർക്കുലറിനായി ഉപയോഗിച്ചിരുന്നത്. കണക്കുകൂട്ടലൊക്കെ തെറ്റിച്ച് നിന്നു പോകുമെന്ന് പറഞ്ഞ സർവീസ് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ താല്പര്യത്തിന്റെ പുറത്ത് മുന്നോട്ട് പോയി. സിറ്റി സർക്കുലറിന് ഇലക്ട്രിക് ബസ്സുകൾ വന്നതോടെ കൂടുതൽ ആളുകൾ സിറ്റി സർക്കുലറിലേക്ക് എത്തി. ആദ്യം സിറ്റി സർക്കുലർ തുടങ്ങിയത് KSRTC നേരിട്ടായിരുന്നുവെങ്കിലും പിന്നീട് ഇലക്ട്രിക് ബസ്സുകൾ വന്നതോടെ അതെല്ലാം KSRTC സ്വിഫ്റ്റിന്റെ കീഴിലായി. നിലവിൽ 113 ബസ്സുകളാണ് സിറ്റി സർക്കുലറിനായി ഓടുന്നത്. ഇതിന് കിലോമീറ്ററിന് 28 രൂപ വെച്ച് KSRTC വാടകയായി സ്വിഫ്റ്റിന് നൽകുകയും വേണം. എന്നാൽ ബസ്സുകൾ വാങ്ങിയതും ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയ കാര്യങ്ങളിൽ KSRTCക്ക് ബാധ്യതയില്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ ലാഭമാണെന്നാണ് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു വാദിച്ചിരുന്നത്. സ്വിഫ്റ്റിന് വാങ്ങിയ ബസ്സുകൾക്കായി സ്മാർട്ട് സിറ്റി പദ്ധതി വഴിയും കിഫ്ബി ഫണ്ടുമാണ് ഉപയോഗിച്ചത്. പലവിധ വിവാദങ്ങൾ നടക്കുമ്പോഴും ഇപ്പോൾ 70,000 യാത്രക്കാരാണ് സിറ്റി സർക്കുലർ സർവീസ് ഉപയോഗിക്കുന്നത്. മുൻപ് ഡീസൽ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന സമയത്ത് കിലോമീറ്റർ 74 രൂപയായിരുന്നു ചെലവ്. എന്നാൽ വരുമാനം 35 രൂപ മാത്രവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ വൻ നഷ്ടത്തിലൂടെയുള്ള പോക്ക്. ഇലക്ട്രിക് ബസ്സുകൾക്ക് 2 വർഷത്തെ വാറണ്ടിയാണുള്ളത്. മാത്രമല്ല, ഡീസൽ ബസ്സുകളെ പോലെ ഓയിൽ മാറ്റുകയോ മറ്റ് അധിക ചിലവുകളോ ഒന്നും തന്നെയില്ല. മെയിൻ്റനൻസ് ചിലവിൽ വലിയ ലാഭമാണ് ഇതുമൂലം ഉണ്ടാകുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ പ്രവർത്തന ലാഭം പ്രതിമാസം 40 ലക്ഷത്തിന് മുകളിൽ പോകുമെന്നും കണക്കാക്കപ്പെട്ടു. ഈ കണക്കുകളെയൊക്കെയാണ് നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി തള്ളിക്കളയുന്നത്. ഇത്രത്തോളം വിവാദങ്ങൾ ഉണ്ടായതും പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ചില വിലയിരുത്തലുകൾ തന്നെയാണ്. എന്നാൽ CPM തന്നെ മന്ത്രിയെ തള്ളി പറഞ്ഞതോടെ MLA V പ്രശാന്ത് അടക്കം പലരും വിമർശനങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തു. സംഭവം കൈവിട്ടു പോയതോടെ ഇനി ഒരു തീരുമാനവും എടുക്കില്ല എന്നും ചിലർ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രതികരണവും അറിയിച്ചിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ.